കൃത്യമായി ചികിത്സാ തുക നൽകാതെ ഇൻഷുറൻസ് കമ്പനി വഞ്ചിച്ചതായി പരാതി. ചീക്കോട് പഞ്ചായത്തിലെ മുണ്ടയ്ക്കൽ സ്വദേശി എം അലിയാണ് പ്രമുഖ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ഞാനിവിടെ വരാൻ കാരണം ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഞാൻ 2010 മുതൽ ഇതിൽ അംഗമാണ്, ഞാനും എൻ്റെ ഫാമിലിയും. പക്ഷേ ഇതിലിപ്പം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വൈഫിന് കാൽമുട്ടിനൊരു സർജറി ആവശ്യമായിട്ട് വന്നു. ഇവർ മുഴുവൻ തുകയും ഈ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ തരുമെന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒരത്യാവശ്യ ഘട്ടം വന്ന സമയത്താണ് ഈ കാൽമുട്ട് സർജറിക്ക് അഡ്മിറ്റായി സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ്, കോഴിക്കോട് ഹോസ്പിറ്റലാണ് അഡ്മിറ്റായത്. അപ്പോൾ അവരുടെ ഓരോ സമയത്തും ഈ നമുക്ക് തരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഈ സീറ്റ് തരുന്നതിനകത്ത് ഉണ്ട് അവർ മുഴുവൻ തുകയും നമുക്ക് അനുവദിച്ചു തരുന്നുള്ളത്. പക്ഷേ അവരനുവദിച്ച ഈ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, നമുക്ക് മുഴുവൻ തുകയും അനുവദിക്കാൻ കഴിയില്ല, ഇതിന് പല കാരണങ്ങളുണ്ട്. മുഴുവൻ ചികിത്സാ ചെലവുകളും ലഭ്യമാകുന്ന 10 ലക്ഷം രൂപ വരെയുള്ള കവറേജുള്ള പോളിസിലാണ് പരാതിക്കാരനും കുടുംബവും ചേർന്നത്. എന്നാൽ തന്റെ ഭാര്യയുടെ കാൽമുട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി 85,000 രൂപയാണ് ചികിത്സക്കായി ചെലവുന്നത്. എന്നാൽ 57,000 രൂപ മാത്രമാണ് കമ്പനി അനുവദിച്ചത്. ഇതേ തുടർന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടു. എന്നാൽ യാതൊരു അനുകൂല നിലപാടും ഉണ്ടായില്ല. സുഹൃത്തുക്കളിൽ നിന്നും പൈസ കടം വാങ്ങിയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ കോടതിയുമായി ബന്ധപ്പെട്ട് അനുജന ആദ്യഘട്ട ചർച്ച നടന്നു. ഇതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി 10,000 രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് കമ്പനിയുടെ പോളിസിയിൽ പറയുന്ന പോലെ മുഴുവൻ തുകയും അനുവദിക്കണമെന്നാണ് പരാതിക്കാരന്റെ വാദം. ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന മുറിവാടക, രോഗനിർണയ ചെലവുകൾ, ആംബുലൻസ് ചാർജ്, രക്തം, ഓക്സിജൻ, മരുന്നുകൾ തുടങ്ങിയവയെല്ലാം കമ്പനി വഹിക്കുമെന്നായിരുന്നു പോളിസി എടുക്കുമ്പോൾ രേഖാമൂലം കമ്പനി എഴുതി നൽകിയത്. എന്നാൽ രോഗനിർണയത്തിന്റെ പല ഘട്ടങ്ങളിലും സ്വന്തമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതിന് പുറമെയാണ് ഇത്രയും ബിൽ കമ്പനിയിൽ നൽകാതെ പിടിച്ചുവെച്ചത്. 2010 മുതൽ കമ്പനിയുടെ പോളിസിൽ അംഗമായ പരാതിക്കാരൻ ഏറ്റവും ഉയർന്ന പോളിസിയാണ് കുടുംബത്തിനായി തെരഞ്ഞെടുത്തത്. എന്നാൽ തന്നെ വഞ്ചിക്കുന്ന നിലപാടാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനെതിരെ കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും പരാതിക്കാരൻ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുരഞ്ജന ചർച്ചയിൽ കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ പറഞ്ഞു. മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ എന്താണെന്നല്ലേ? 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.